നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോവിഡ് പ്രതിദിന പരിശോധനയും രോഗികളും കുറഞ്ഞു. മരണസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു. 17,821 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ 87,331 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 2,533 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.34. ജില്ലയിലെ 15 MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ. വിശ്രമത്തിലായതിനാൽ V. അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തില്ല. ഹസ്ബൻഡ് ഇറങ്ങുന്ന സമയത്ത് ഈ CI ചാടി വീണ് അടിച്ച്. സർക്കാർ ജീവനക്കാരിയെ ഓഫീസിലാക്കി മടങ്ങിയ ഭർത്താവിന് പോലീസ് മർദ്ദനം. മർദ്ദനമേറ്റത് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് ജീവനക്കാരി ലേഖയുടെ ഭർത്താവ് പ്രമോദന. പരപ്പനങ്ങാടി SHO ഹണി കെ ദാസിനെതിരെ SP-ക്കും കലക്ടർക്കും പരാതി. തിരൂർ നഗരസഭയിൽ വെർച്വൽ ക്ലിനിക് ആരംഭിച്ചു. കോവിഡ് കാലത്ത് ലോക്ഡൌൺ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് കോവിഡ് രോഗികൾക്കും മറ്റും ചികിത്സ സംബന്ധമായ സംശയങ്ങൾക്ക് പ്രഗത്ഭരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി വെർച്വൽ ക്ലിനിക് ആരംഭിച്ചത്. പുറത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അധ്യാപക സംഘടന KSTA. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി ദേവദാർ ഹൈസ്കൂളിലെ അധ്യാപക കൂട്ടായ്മയും. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് പ്രതിദിന പരിശോധനയും രോഗികളുടെ എണ്ണവും കുറഞ്ഞു. അതേസമയം മരണസംഖ്യ വീണ്ടും ഗണ്യമായി വർദ്ധിച്ചു. 17,821 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിനിടെ 87,331 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.41% കുറഞ്ഞു. 196 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 7,554 36,039 പേർ രോഗമുക്തി നേടി. ഇന്ന് 17,821 പേർക്കാണ് കോവിഡ് ബാധിച്ചത്. പരിശോധനകൾ 87,331 നടന്നത്. മരണസംഖ്യ 196 ഉണ്ട്. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 2,59,179 പേരാണ്. രോഗമുക്തരായത് ഇന്നത്തെ കണക്ക് 36,039 ആണ്. സംസ്ഥാനത്ത് ഇന്ന് 17,821 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം 2,570, മലപ്പുറം 2,533, പാലക്കാട് 1,898, എറണാകുളം 1,885, കൊല്ലം 1,494, തൃശൂർ 1,430, ആലപ്പുഴ 1,272, കോഴിക്കോട് 1,256, കോട്ടയം 1,090, കണ്ണൂർ 947, ഇടുക്കി 511, കാസർഗോഡ് 444, പത്തനംതിട്ട 333, വയനാട് 158 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 87,331 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 20.41. UK-യിൽ നിന്ന് വന്ന ഒരാൾക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചു. അടുത്തിടെ UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന 126 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 196 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 7,554 ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 97 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 16,556 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,090 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 78 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 9,28,541 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇന്ന് 2 പുതിയ ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. നിലവിൽ ആകെ 879 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ജില്ലയിലും രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ്. 2,533 പേർക്കാണ് പുതുതായി വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ 2,456 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.34%. മലപ്പുറം ജില്ലയിൽ തിങ്കളാഴ്ച 5,040 പേർ കോവിഡ് മുക്തരായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ഇതോടെ ജില്ലയിൽ കോവിഡ് മുക്തരായവരുടെ എണ്ണം 2,20,491. അതേസമയം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 2,533 പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 27.34% ജില്ലയിലെ ഇന്നത്തെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വൈറസ് ബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 2,456 പേർക്കും 60 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധയുണ്ടായിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയ 3 പേർക്ക് ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 13 പേർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ ഇതുവരെ 785 പേരാണ് കോവിഡ് ബാധിതരായി മരണപ്പെട്ടത്. ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കലക്ടർ. ഇവർക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരം കേസെടുക്കും. ഇതോടൊപ്പം 14 ദിവസത്തേക്ക് കോവിഡ് നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. ജില്ലയിൽ നിരവധി ആളുകൾ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം.
കോവിഡ് പോസിറ്റീവായവരും ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടവരും ക്വാറന്റൈൻ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ച പുറത്തിറങ്ങിയാൽ ഇവർക്കെതിരെ പകർച്ചവ്യാധി നിയന്ത്രണ നിയമപ്രകാരവും ദുരന്ത നിവാരണ നിയമമനുസരിച്ചും കേസെടുക്കുന്നതോടൊപ്പം ഇവരെ 14 ദിവസത്തേക്ക് DCC CFLTCയിലേക്ക് മാറ്റുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ജില്ലയിൽ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ പലരും ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കോവിഡ് പോസിറ്റീവായവരും ക്വാറന്റൈൻ നിർദ്ദേശിക്കപ്പെട്ടവരും പരിശോധനാ ഫലം കാത്തിരിക്കുന്നവരും സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ നിർബന്ധമായും പാലിക്കണം. RRT അംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഇത് ഉറപ്പുവരുത്തണം. കോവിഡ് പോസിറ്റീവായവർക്ക് വീട്ടിൽ പൂർണ്ണമായ ക്വാറന്റൈൻ സൗകര്യമില്ലെങ്കിൽ അവർ DCC CFLTCയിലേക്ക് മാറണം. വീടുകളിൽ സൗകര്യമുണ്ടോ എന്ന RRT ഉറപ്പുവരുത്തണം. രോഗലക്ഷണമുള്ളവർ ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ആവശ്യമായ ചികിത്സ നേടണം. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച പുറത്തിറങ്ങുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കും. പോസിറ്റീവ് ആകുന്നവരെ നേരെ CFLTCയിലേക്കും മാറ്റും. RRT അംഗങ്ങൾക്ക് അനുവദിച്ച പാസിന്റെ കാലാവധി മെയ് 31 വരെ നീട്ടിയതായും ജില്ലാ കളക്ടർ അറിയിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൌണിലും നിരത്തിൽ വാഹനങ്ങൾക്ക് ഒരു കുറവുമില്ല. ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ കഴിഞ്ഞ് തിങ്കളാഴ്ച വാഹനങ്ങളുമായി തിരൂർ നഗരത്തിലേക്ക് ഇറങ്ങിയവർക്ക് 8ന്റെ പണിയാണ് കിട്ടിയത്. ഗതാഗതക്കുരുക്കിൽ മണിക്കൂറുകളോളമാണ് ഇവർ പെട്ടത്. ഞായറാഴ്ചയിലെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പൂർണ്ണമായിരുന്നു. വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല, കടകളും തുറന്നില്ല, ആളുകളും പുറത്തിറങ്ങിയില്ല. എന്നാൽ അത് കഴിഞ്ഞുള്ള ദിവസം തിരൂർ നഗരത്തിലെ ദൃശ്യം ഒന്ന് കാണുക. തിരൂർ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെട്ടത്. നഗരത്തിലിറക്കിറങ്ങിയ വാഹനങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചാണ് പോലീസ് കടത്തിവിട്ടത്. ഇതോടെയാണ് ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടത്. അല്ലാണ്ട് ഇങ്ങനെ ഇറങ്ങരുത്, ലോക്ക്ഡൗണാണ്. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ വിളിക്കുകയല്ലേ, അവിടെ വിളിച്ച് ചോദിച്ചില്ലേ ഡോക്ടർ ഉണ്ടായില്ല എന്നുള്ളത്. എൻ്റെ പേരെന്താ? നിസ്സാര കാരണങ്ങൾ കാട്ടി പുറത്തിറങ്ങിയവരെല്ലാം വട്ടം കറങ്ങി. പൊന്നാനിയിൽ ലോക്ക്ഡൌൺ ലംഘിച്ച മത്സ്യത്തൊഴിലാളികൾ ലേലം സംഘടിപ്പിച്ചു. 100-ലധികം ആൾക്കാർ പങ്കെടുത്ത ലേലം തിങ്കളാഴ്ച പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയാണ് നടന്നത്. 70ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 50-ലധികം വാഹനങ്ങൾക്ക് പിഴ ഈടാക്കി. കോവിഡ് നിയന്ത്രണങ്ങളും ട്രിപ്പിൾ ലോക്ക്ഡൌണും മൂലം വറുതിയിലായ പൊന്നാനി ഹാർബറിലാണ് മത്സ്യലേലം സംഘടിപ്പിച്ചത്. 100-ലധികം മത്സ്യത്തൊഴിലാളികൾ ലേലത്തിൽ പങ്കെടുത്തതായാണ് വിവരം. തിങ്കളാഴ്ച പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താണ് ലേലം സംഘടിപ്പിച്ചത്. ഇതിനിടയിൽ പോലീസ് എത്തി ലേലത്തിൽ പങ്കെടുത്തവരെ വിരട്ടിയോടിക്കുകയായിരുന്നു. 70ഓളം പേർക്കെതിരെ ലോക്ക്ഡൌൺ ലംഘിച്ച് കൂട്ടം കൂടിയതിനു കേസെടുത്തു. ഇവരെ കസ്റ്റഡിയിലെടുത്ത ശേഷം പിഴയടപ്പിച്ചു വിട്ടയച്ചു. അത് മത്സ്യബന്ധനത്തിനായിട്ട് പോയി ലേല നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള 58 വാഹനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ആളുകൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പുലർച്ചെ മുതലുണ്ടായിരുന്നു. ഹാർബർ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയതാണ്. ലേലത്തിൽ പങ്കെടുക്കാനെത്തിയ 50-ലധികം വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവയ്ക്കെതിരെയും പിഴയടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിച്ച ശേഷം വിട്ടയച്ചു. 58 വാഹനങ്ങൾക്കെതിരെയാണ് പിഴയടപ്പിച്ചത്. ലേലം ചെയ്തെടുത്ത മത്സ്യം പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ വാഹനങ്ങളിൽ കയറ്റിയിരുന്നു. ചില വാഹനങ്ങൾ ലേലം കൊണ്ട മത്സ്യവുമായി പോകുകയും ചെയ്തിരുന്നു. കോവിഡ് നിയന്ത്രണങ്ങൾ ആരംഭിച്ച ശേഷം ലേലം നടക്കാത്ത തീരദേശം വറുതിയിലാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ കൂടി പ്രഖ്യാപിച്ചതോടെ സാമൂഹിക അകലത്തിന്റെ പേരിൽ ലേലം നടത്തുന്നത് പോലീസും അധികൃതരും തടഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാനും പോലീസും ഫിഷറീസും ചേർന്ന് ഓൺലൈനായി ചേർന്ന യോഗത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതവും ചർച്ചയായിരുന്നു. എന്നാൽ സാമൂഹിക അകലം പാലിക്കാതെ ലേലം നടത്തരുതെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. വി അബ്ദുറഹ്മാൻ ഒഴികെ ജില്ലയിലെ 15 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. വിശ്രമത്തിലായതിനാലാണ് അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നത്.
പ്രോടെം സ്പീക്കർ PTA റഹീം മുൻപാകെയാണ് നിയമസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാല ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. വള്ളിക്കുന്നിൽ നിന്നുള്ള നിയമസഭാ അംഗം P. അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ് ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്. അബ്ദുൽ ഹമീദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാച്യമായ വിശ്വാസ്യതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു. തൊട്ടുപിന്നാലെ രണ്ടാമനായി കോട്ടക്കൽ നിന്നുള്ള MLA ആബിദ് ഹുസൈൻ തങ്ങൾ MLA സത്യപ്രതിജ്ഞ ചെയ്തു. അഞ്ചാമനായാണ് മങ്കട MLA മഞ്ഞലാംകുഴി അലി സത്യപ്രതിജ്ഞ ചെയ്തത്. ദൈവനാമത്തിലായിരുന്നു ഇവരുടെ സത്യപ്രതിജ്ഞ. KT ജലീൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. ഡോക്ടർ KT ജലീൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. എട്ടാമതായി വണ്ടൂർ MLA AP അനിൽകുമാർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. PV അൻവറും സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. തുടർന്ന് ഓരോ അംഗങ്ങളും അക്ഷരമാലാ ക്രമത്തിൽ പേര് വിളിക്കുന്നതനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 3 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്യാത്തത്. V. അബ്ദുറഹിമാൻ വിശ്രമത്തിലായതിനാൽ സത്യപ്രതിജ്ഞയ്ക്ക് ഹാജരാകില്ലെന്ന് അറിയിച്ചിരുന്നു. നെന്മാറ MLA K. ബാബു, കോവളം MLA M. വിൻസെന്റ് എന്നിവർ കോവിഡ് ക്വാറന്റൈനിൽ ആയതിനാലും സത്യപ്രതിജ്ഞയിൽ നിന്നും വിട്ടുനിന്നു. ഇവർക്കുള്ള സത്യപ്രതിജ്ഞ പിന്നീട് നടക്കും. 15ാം നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നുണ്ട്. തൃത്താല MLA MB രാജേഷാണ് ഭരണപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. പ്രതിപക്ഷത്തു നിന്നും PC വിഷ്ണുനാഥ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. അടുത്ത മാസം 14 വരെ സഭാ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. ഈ മാസം 28-ന് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തും. 31 ജൂൺ 1, 2 തീയതികളിൽ നയപ്രഖ്യാപനത്തിനുമേൽ ചർച്ച നടക്കും. 4-നാണ് പുതിയ ബഡ്ജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുക. ബഡ്ജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിച്ചതു മുതൽ തിരൂർ JCI നടത്തിവന്ന ഉച്ചഭക്ഷണ വിതരണം അവസാനിച്ചു. നഗരസഭ നേരിട്ട് ഭക്ഷണം തയ്യാറാക്കി വിതരണം ചെയ്യുന്ന സാഹചര്യത്തിലാണ് JCI ഭക്ഷണ വിതരണം നിർത്തിവെച്ചത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിച്ചതു മുതൽ തിരൂരിൽ JCI നടത്തിവന്ന ഉച്ചഭക്ഷണ വിതരണം അവസാനിച്ചു. തിരൂർ നഗരസഭ നേരിട്ട് ഭക്ഷണം തയ്യാറാക്കുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണ വിതരണം നിർത്തിവെച്ചത്. ഇനിയൊരു ആവശ്യം വന്നാൽ തുടർന്ന് ഭക്ഷണ വിതരണം നടത്തുമെന്ന് JCI ഭാരവാഹികൾ അറിയിച്ചു. ട്രിപ്പിൾ ലോക്ക്ഡൌൺ ആരംഭിച്ചതു മുതൽ JCI തിരൂർ നഗരത്തിൽ വീടും താമസവുമില്ലാത്ത 50ഓളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്കാണ് ഉച്ചഭക്ഷണ പൊതി തയ്യാറാക്കി നൽകിയിരുന്നത്. തിരൂരിലെ മെമ്പേഴ്സിന്റെയും മാങ്ങാട്ടിലെ അധ്യാപക കൂട്ടായ്മയായ പൂജാ ഗ്രൂപ്പിന്റെയും അകമഴിഞ്ഞ സഹായത്തോടെയാണ് ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. നല്ല രീതിയിൽ തന്നെ ഭക്ഷണ വിതരണം നടത്താൻ സാധിച്ചതായി JCI ഭാരവാഹികൾ പറഞ്ഞു. മാങ്ങാട്ടിരിയിലെ ഒരു കൂട്ടം അധ്യാപകരുടെ ഒരു എഫേർട്ടാണ് സത്യത്തിൽ JCIനെ ഇതിന് മുതിരാൻ പ്രാപ്തരാക്കിയിട്ടുള്ളത്. കാരണം അധ്യാപകരായിട്ടുള്ള മാങ്ങാട്ടിരിയിലെ ഒരു ഗ്രൂപ്പുകളുണ്ട്. അതിലെ ജോസ് മാത്യു, ജോസി മാത്യു, ബിന്ദുലാൽ, അതേപോലെ ബിജു മാത്യു, ബാബു ജോർജ് എന്ന് ഒക്കെ പേരുള്ള കുറേ അധ്യാപകരും അവരുടെ കുടുംബവും മക്കളും മരുമക്കളും ഒക്കെ കൂടിയിട്ടാണ് എന്നും ഇത്രയും ഭക്ഷണ പൊതികൾ JCIക്ക് ഉണ്ടാക്കി വിളമ്പി തന്നിട്ടുണ്ടായിരുന്നത്. തുടങ്ങുമ്പോൾ ഞങ്ങൾ 10-15 പൊതികളിൽ തുടങ്ങിയിട്ട് ഇന്ന് 50ഓളം പൊതികൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ കൊടുക്കാൻ സാധിച്ചു. ഇതിലുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ പലപ്പോഴും ഓരോ ദിവസം ഓരോ സംഘടനകൾ വന്ന് കൊടുക്കുമ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സമയത്ത് പലപ്പോഴും ഭക്ഷണം ബാക്കിയായിട്ട് ഭക്ഷണ പൊതികൾ പലയിടത്തും കെടുക്കുന്ന സാഹചര്യം കാണാറുണ്ട്. ഒരു റിക്വസ്റ്റ് ഈ സാഹചര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിലുള്ള കൗൺസിലറെയോ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ RRT ആളുകളെ ബന്ധപ്പെട്ടിട്ട് അവിടെ ഭക്ഷണം എത്തുന്നുണ്ടോ, അതല്ലെങ്കിൽ കിട്ടാത്ത വേറെ ആളുകളുണ്ട്. ഒരു സ്ഥലത്ത് തന്നെ ഭക്ഷണം കുമിഞ്ഞു കൂടിയിട്ട് അവിടെ കിട്ടാത്ത കുറേ ആളുകൾ പല ഭാഗത്ത് ഉണ്ടാവുന്ന ഒരു സാഹചര്യം, അത് ഒഴിവാക്കണം. JCI തിരൂർ പ്രസിഡന്റ് ഡോക്ടർ ഫവാസ് മുസ്തഫ മിസർ, അസീസ് മാവുങ്കുന്ന, മനു ആന്റണി, ഷംനാഥ് ഹാഷിം, അധ്യാപകരായ ജോസ് മാത്യു, ബിന്ദുലാൽ, ജോസി മാത്യു, ബിജു ജെയിംസ്, ബാബു ജോർജ്, തിരൂർ നഗരസഭയിലെ RRT പ്രവർത്തകരായ മൊയ്തുഷ, MP അനീഫ് പാങ്ങാട്ട്, ഖാദർ കോരങ്ങത്ത്, അലി CH സെന്റർ എന്നിവർ നേതൃത്വം നൽകി. ഞങ്ങൾ ഈ പ്രദേശത്ത് 16 വാർഡിലെ RRT മെമ്പർമാരാണ്. ഈ പ്രദേശത്ത് ഇവർ ശരിക്കും കൊണ്ടുവരുന്ന ചോറ് വീട്ടിൽ പാകം ചെയ്ത ചോറാണ്. അതിൽ നല്ല കറിയും നല്ല ഉപ്പേരിയും എല്ലാം ഉൾപ്പെടെ
വിഭവസമൃദ്ധമായ സദ്യ ചില ദിവസങ്ങളിൽ ബിരിയാണി. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഫവാസ് സാർ പറഞ്ഞ പോലെ തന്നെ അതൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ആ ഭക്ഷണം തന്നെയാണ് ഞങ്ങളും കഴിക്കാറ്. കാരണം ഈ ഡോക്ടർ ഉൾപ്പെടെ ഞങ്ങളും ചില സമയങ്ങളിൽ ആ ഭക്ഷണം തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ നാളെ മുതൽ നമ്മുടെ GMUP സ്കൂൾ, അതായത് ചക്ക സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ ഈ അതിഥി തൊഴിലാളികൾക്കും യാചകർക്കും വേണ്ടിയുള്ള ഭക്ഷണങ്ങൾ മുനിസിപ്പാലിറ്റി തരപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ JCIൻ്റെ ഭാഗത്ത് നിന്ന് JCI പറയുന്നത് ഇനി അവിടേക്ക് ഭക്ഷണങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തികയാത്തുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണെന്നുള്ളതാണ്. ദീർഘദൂര യാത്രക്കാർക്കും തെരുവിൽ അലയുന്നവർക്കുമായി ഭക്ഷണ വിതരണവുമായി റെഡ് ആർമി. ലോക്ക്ഡൌൺ തുടങ്ങി തുടർച്ചയായ 10ാം ദിവസവും ഭക്ഷണവുമായി റെഡ് ആർമി എത്തി. ലോക്ക്ഡൌൺ അവസാനിക്കുന്നതുവരെ ഭക്ഷണം നൽകുമെന്ന് റെഡ് ആർമി പ്രവർത്തകർ അറിയിച്ചു. തെക്കുമുറിയിലെ റെഡ് ആർമി യൂണിറ്റാണ് തെരുവിൽ അലയുന്നവർക്ക് ഭക്ഷണ വിതരണവുമായി രംഗത്തെത്തിയത്. ലോക്ക്ഡൌൺ ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ 10 ദിവസവും റെഡ് ആർമി പ്രവർത്തകർ ദീർഘദൂര ഡ്രൈവർമാർക്കും തെരുവിൽ അലയുന്നവർക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ഭക്ഷണമായി എത്തിയിരുന്നു. ദിവസേന 150ഓളം പേർക്ക് ഭക്ഷണം നൽകുന്നുണ്ട്. ലോക്ക്ഡൌൺ തീരുന്നതുവരെ ഭക്ഷണ വിതരണം തുടരുമെന്ന് റെഡ് ആർമി ഭാരവാഹികൾ പറഞ്ഞു. റെഡ് ആർമി തെക്കുമുറി എന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ്. ഞങ്ങൾ ലോക്ക്ഡൗൺ തുടങ്ങിയ അന്ന് മുതൽ ഇതേപോലെ ദീർഘദൂര യാത്രക്കാർക്കും തെരുവിൽ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഉച്ചഭക്ഷണത്തെ കൊടുക്കുന്ന ഒരു രീതിയാണ്. എല്ലാ കാലങ്ങളിലും ഉണ്ട്. അത് ലോക്ക്ഡൗൺ അവസാനിക്കുന്നവരെ അത് തുടർന്നു കൊണ്ടേയിരിക്കും. പ്രദേശത്തെ തെക്കുമുറിയിലെ വീടുകളിൽ നിന്ന് ആളുകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നത്. റെഡ് ആർമി തെക്കുമുറിക്ക് കീഴിലെ 4ഓളം യൂണിറ്റുകളിൽ നിന്നുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം തയ്യാറാക്കി എത്തിക്കുന്നത്. വീടുകളിൽ തയ്യാറാക്കുന്ന ഭക്ഷണം പൊതിച്ചോറാക്കി ശേഖരിച്ച ശേഷം ഓരോ സ്ഥലങ്ങളിൽ വിതരണത്തിനായി എത്തിക്കുകയാണ് പതിവ്. പാവപ്പെട്ടവർക്ക് എല്ലാ വീടുകളിലും അവർ നമ്മുടെ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കുന്നു അത് ഒരു പൊതിച്ചോറ് പാവപ്പെട്ടവർക്ക്. അങ്ങനെ എല്ലാ വീട്ടുകാരും പിന്നെ നമ്മുടെ നിലവ് എന്നൊരു കുടുംബശ്രീ യൂണിറ്റും ഞങ്ങളെ 27, 28, 30 വാർഡുകളിലെ നല്ലവരായ ജനങ്ങളും കൂടി ചെന്നിട്ട് ഞങ്ങളാണിത് എല്ലാവർക്കും റെഡ് ആർമി ക്ലബ്ബാണ് വിതരണം ചെയ്യുന്നത്. ദിവസേന 150ഓളം പേർക്ക് ഭക്ഷണം തയ്യാറാക്കി നൽകുന്നുണ്ട്. 8ാം തീയതി ലോക്ക്ഡൌൺ ആരംഭിച്ചതിന് ശേഷമാണ് ഭക്ഷണ വിതരണം ആരംഭിച്ചത്. തെരുവിൽ കഴിയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ദീർഘദൂര ഡ്രൈവർമാർക്കും ഭക്ഷണം നൽകും. റെഡ് ആർമി ചെയർമാൻ സലീം CP, രക്ഷാധികാരി ഹസൻ ചക്കുങ്ങൽ, റിയാസ് ബാബു, CP രാകേഷ്, സജിത്, കിരൺ എന്നിവർ നേതൃത്വം നൽകി. വീട്ടുകാർക്ക് താങ്ങായി സൗഹൃദ കൂട്ടായ്മ. നിറമരുതൂർ പഞ്ചായത്ത് 5ാം വാർഡിലെ 600ഓളം വീടുകളിലേക്ക് കപ്പ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ KT ശശി വിതരണോദ്ഘാടനം നിർവഹിച്ചു. നിറമരുതൂർ പഞ്ചായത്തിലെ 5ാം വാർഡിലെ മുഴുവൻ വീടുകളിലും വാർഡിലെ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കപ്പ വിതരണം ചെയ്തു. 2 ടൺ വരുന്ന കപ്പ കർഷകരിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുകയും വാർഡിൽ കൊണ്ടുവന്ന് 600ഓളം വീടുകളിലേക്ക് സൗജന്യമായി വിതരണം ചെയ്യുകയാണ് ചെയ്തത്. വിതരണോദ്ഘാടനം വാർഡ് മെമ്പർ KT ശശി നിർവഹിച്ചു. ചടങ്ങിൽ ബാവ കാന്തല്ലൂർ, P ഷാജി, ഷാഫി മാസ്റ്റർ കാളാട്, ബുഷീർ V, ജലാൽ മാസ്റ്റർ, ബബീഷ്, യുവനഗർ, മാനുപ്പ M തുടങ്ങിയവർ പങ്കെടുത്തു. മംഗലം പഞ്ചായത്ത് 7ാം വാർഡിൽ മുസ്ലിം ലീഗ് കമ്മിറ്റി കോവിഡ് രോഗികൾക്കായി ഫാർമസി കിറ്റുകൾ വിതരണം ചെയ്തു. മംഗലം കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി VM അബ്ദുൽ മജീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മംഗലം പഞ്ചായത്ത് 7ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോവിഡ് പോസിറ്റീവ് രോഗികൾക്കായുള്ള ഫാർമസി കിറ്റിന്റെ വിതരണോദ്ഘാടനം നടന്നു. വാർഡിൽ പോസിറ്റീവായിട്ടുള്ള മുഴുവൻ രോഗികൾക്കും കോവിഡ് ഫാർമസി കിറ്റ് നൽകും. ഓക്സിമീറ്റർ, തെർമൽ സ്കാനർ, സ്റ്റീം ഇൻഹേലർ, മരുന്നുകൾ, മാസ്ക്, ഗ്ലൗസ്, സാനിറ്റൈസർ എന്നിവ അടങ്ങുന്നതാണ് ഫാർമസി കിറ്റ്. മംഗലം കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെക്രട്ടറി VM അബ്ദുൽ മജീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മംഗലം പഞ്ചായത്ത് 7ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോവിഡ് രോഗവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിരോധ കിറ്റ് കൊടുക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ. അതിലടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ സാനിറ്റൈസർ, മാസ്ക്, പൾസ് ഓക്സോമീറ്റർ, തെർമോമീറ്റർ, അതുപോലെ തന്നെ ഗ്ലൗസ് ഇതടങ്ങുന്ന കിറ്റ് പോസിറ്റീവായ കുടുംബത്തിന് മൊത്തമായിട്ട് കൊടുക്കുകയാണ്. അതിൽ എല്ലാ സാമഗ്രികളും അവർ യൂസ് ചെയ്തതിന് ശേഷം ഓക്സിമീറ്ററും തെർമോമീറ്ററും മാത്രമേ നമ്മൾ തിരിച്ചു വാങ്ങുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അവർക്ക് ഏൽപ്പിക്കുകയാണ്. അത്തരത്തിൽ ഇവിടെ ഈ പരിസരത്ത് എവിടേക്കാണോ പോസിറ്റീവ് കേസുകളുള്ളത് അവിടെയൊക്കെ നമ്മൾ ഇതുപോലുള്ള കിറ്റുകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ രംഗത്തേക്ക് വന്നിട്ടുള്ളത്. 7ാം വാർഡ് മുസ്ലിം ലീഗ് സെക്രട്ടറി KV റഷീദ് മാസ്റ്റർ, മംഗലം പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി MP ഷിയാബ്, യൂത്ത് ലീഗ് നേതാക്കളായ KV സാലിഹ്, ഹാഷിർ, ആഷിഖ് MP, സാദിഖ്, ബദ്രുദ്ദീൻ, ഷംസുദ്ദീൻ, PK റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉഴൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിഹിതം ഭരണസമിതി അംഗങ്ങൾ മന്ത്രി V അബ്ദുറഹ്മാന് കൈമാറി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉഴൂർ സർവീസ് സഹകരണ ബാങ്ക് വിഹിതം നൽകി. മന്ത്രി V അബ്ദുറഹ്മാൻ ഏറ്റുവാങ്ങി. ബാങ്ക് ഭരണസമിതി പ്രസിഡന്റ് KTS ബാബു, വൈസ് പ്രസിഡന്റ് അലവി മുക്കാട്ടിൽ, CPM ഉഴൂർ ലോക്കൽ സെക്രട്ടറി CK ജനാർദ്ദൻ എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്.
5,27,256 രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു സർവീസ് സഹകരണ ബാങ്ക് കൈമാറിയത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. തിരൂർ നഗരസഭയിൽ വെർച്വൽ ക്ലിനിക് ആരംഭിച്ചു. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ പശ്ചാത്തലം കൂടി കണക്കിലെടുത്ത കോവിഡ് രോഗികൾക്കും മറ്റും ചികിത്സാ സംബന്ധമായ സംശയങ്ങൾക്ക് പ്രഗത്ഭരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയാണ് വെർച്വൽ ക്ലിനിക് ആരംഭിച്ചത്. തിരൂർ നഗരസഭയിൽ വെർച്വൽ ക്ലിനിക് ആരംഭിച്ചു. അലോപ്പതി, ആയുർവേദം, ഹോമിയോ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവും. കൂടാതെ മാനസിക പ്രശ്നങ്ങൾക്ക് കൗൺസിലിംഗ് സൗകര്യവും തേടാവുന്നതാണ്. 5 ഡോക്ടർമാരുടെയും ഒരു സൈക്കോളജിസ്റ്റിന്റെയും ഒരു പാനൽ ഇതിനായി നഗരസഭ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ പറഞ്ഞു. നമ്മുടെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തിരൂർ നഗരസഭയിലെ ജനങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് പോകാനും അവരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യാനൊന്നും സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണോടൊപ്പം കൂടി ആലോചിച്ച് നമ്മുടെ തിരൂർ നഗരസഭയ്ക്ക് വേണ്ടി ഒരു വെർച്വൽ ക്ലിനിക്ക് ആരംഭിക്കുകയുണ്ടായി. ഇന്ന് 23/5/2021 അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നഗരസഭയുടെ എല്ലാ ആളുകൾക്കും നല്ല രീതിയിൽ ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വെർച്വൽ ക്ലിനിക്കിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. കോവിഡ് ലോക്ക്ഡൌണിന്റെ സാഹചര്യത്തിൽ പുറത്തിറങ്ങാനും വ്യാപനം ഭയന്ന ആശുപത്രിയിൽ പോകാനും ബുദ്ധിമുട്ടിലായ പ്രിയപ്പെട്ടവർക്കായി തയ്യാറാക്കിയ വെർച്വൽ ക്ലിനിക്ക് എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്നും നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത്ത് സജിന പറഞ്ഞു. ഇതുവഴി നമ്മുടെ കോവിഡ് മഹാമാരി കാലത്ത് വീട്ടിൽ ലോക്ക്ഡൌൺ ആയിരിക്കുന്ന സമയത്ത് കോവിഡ് സംബന്ധമായ ഏതൊരു സംശയങ്ങൾക്കും അവരുടെ ചികിത്സാപരമായ ഏതൊരു ആവശ്യങ്ങൾക്കും നമ്മുടെ നഗരസഭയിലെ 38 വാർഡിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഈ വെർച്വൽ ക്ലിനിക്കിലൂടെ ഡോക്ടർമാരോട് നിങ്ങൾക്ക് സംവദിക്കാം. അവരുടെ ടൈമിംഗ് നിങ്ങൾക്ക് ഷെഡ്യൂൾ തരും. അതനുസരിച്ച് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സർക്കാർ ജീവനക്കാരിയെ ഓഫീസിലാക്കി മടങ്ങിയ ഭർത്താവിന് പോലീസ് മർദ്ദനം. തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് ജീവനക്കാരിയായ ലേഖയുടെ ഭർത്താവ് പ്രമോദിനെയാണ് പോലീസ് മർദ്ദിച്ചതായി SP-ക്ക് പരാതി നൽകിയത്. പരപ്പനങ്ങാടി SHO ഹണി കെ ദാസിനെതിരെയാണ് പരാതി. ലേഖയും ഭർത്താവും കലക്ടറെയും കണ്ട് പരാതി നൽകി. തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് ജീവനക്കാരിയായ പരപ്പനങ്ങാടി സ്വദേശി ലേഖയും ഭർത്താവ് പ്രമോദുമാണ് പരാതിക്കാർ. ലേഖയെ ജോലിസ്ഥലത്തേക്ക് ബൈക്കിൽ എത്തിച്ചു മടങ്ങുകയായിരുന്ന പ്രമോദിനെ പരപ്പനങ്ങാടി SHO ഹണി കെ ദാസ് മർദ്ദിച്ചെന്നാണ് പരാതി. കഴിഞ്ഞ ദിവസം രാവിലെ 9:30 പരാതിക്കാസ്പദമായ സംഭവം. താലൂക്ക് ഓഫീസിലെ ടൈപ്പിസ്റ്റ് ജോലിക്കാരിയാണ് ലേഖ. രാവിലെ ലേഖയെ പരപ്പനങ്ങാടി ടൗണിൽ എത്തിച്ചു മടങ്ങുമ്പോഴാണ് ഭർത്താവ് പ്രമോദിനെ പരപ്പനങ്ങാടി SHO ഹണി കെ ദാസ് മർദ്ദിച്ചത്. ഇന്നലെ ഈ ഒരു പ്രശ്നം ഉള്ളതിനെ കൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ എന്തായാലും കൊണ്ടേ വിടൂല അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു. ഓഫീസിലല്ല എന്നും കൊണ്ടേ വിടുന്ന ആളാണ്. അപ്പോൾ ഇന്നലെ കൊണ്ടേ വിടൂല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഹസ്ബൻഡ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കയറ്റുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഓഫീസിലത്തെ ഒരു വണ്ടിയിൽ ഒരു സാറ് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ അവിടേക്കൊന്ന് നമുക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് കാലിനുള്ളതുകൊണ്ട് ഹസ്ബൻഡ് റോട്ടിൻ്റെ അവിടെ തന്നെ വീടും. നമ്മളൊരു 50 മീറ്റർ ഇല്ല മെയിൻ റോട്ടിൽ നിന്ന്, ഒരു ചെറിയ പോക്കറ്റ് റോഡ്. അതൊന്ന് ഹസ്ബൻഡ് ഒന്ന് കൈ പിടിച്ചിനെ കയറ്റി കാറിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോരും ചെയ്തു. ഹസ്ബൻഡ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ CI ചാടി വീണ് അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എന്താ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഭാര്യനെ കൊണ്ടേ വിടാം ഓഫീസിൽ വിടാം. എന്താ ഒരു ഒറ്റയ്ക്ക് പോയിക്കൊണ്ടു ഏത് ഓഫീസ് ഉണ്ട് എന്ന് ചോദിച്ച് പിന്നെ ഒന്നുകൂടി കൊടുത്ത് എന്നിട്ട് ഫോണും മേടിച്ച് പോയി. അപ്പോൾ ഇത് മൂപ്പര് പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ഒരു ഇതും ഉണ്ടായില്ല. വീട്ടിലേക്ക് കിടക്കാനൊക്കെ കുറച്ച് പ്രയാസപ്പെട്ട് അങ്ങനെ അതിന് ശേഷം വീട്ടിലെത്തി മോളെ ഫോണിൽ നിന്ന് വിളിച്ച് ഓഫീസിലേക്ക് എൻ്റെ ഫോണിൽ വിളിച്ച്. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ കരഞ്ഞപ്പോൾ ഞങ്ങൾ ജയ്സൺ സാറായിരുന്നു, സാറുണ്ടായിരുന്നു. സാറ് പറഞ്ഞ് തഹസിൽദാർ അപ്പം തന്നെ സാറ് വിളിച്ചു. അപ്പോൾ തഹസിൽദാർ പറഞ്ഞു വേഗം പോലീസ് സ്റ്റേഷനിൽ പോകാം. അപ്പം ഞാനും ഞങ്ങളെ 2 വേറെ സ്റ്റാഫും കൂടി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയത്. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ആ സാറ് ഞങ്ങളടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ അപ്പം ഞങ്ങൾ പറഞ്ഞു സാറ് ആരോ അങ്ങനെ ഹസ്ബൻഡിനെ എന്തോ അടിച്ച് ഫോണും മേടിച്ചു. അത് ഞാൻ തന്നെയാണ് അടിച്ചത്, ഞാൻ തന്നെയാണ് ഫോൺ മേടിച്ചത്, നിങ്ങൾക്ക് എന്താണ് നടപടി എടുക്കാനുള്ള വെച്ചാൽ ഞങ്ങൾ ചെയ്തോളിയാണ്. ഭർത്താവിന്റെ കൂടെ ബൈക്കിൽ പരപ്പനങ്ങാടി എത്തിയ ലേഖ അവിടെ നിന്ന് താലൂക്ക് ഓഫീസ് വാഹനത്തിൽ കയറിയതിനു ശേഷം പ്രമോദ് വീട്ടിലേക്ക് തന്റെ ബൈക്കിൽ മടങ്ങുകയാണ് പതിവ്. ലേഖയുടെ വീട്ടിൽ നിന്ന് 200 മീറ്റർ ദൂരമാണ് പരപ്പനങ്ങാടി ടൗണിലേക്കുള്ളത്. പ്രമോദ് ബൈക്കിൽ വീട്ടിലേക്ക് പോകും വഴി അയ്യപ്പൻകാവിനടുത്ത് പരപ്പനങ്ങാടി SHO ഹണി കെ ദാസ് ബൈക്ക് തടയുകയും ചോദ്യം ചെയ്യുകയും വടികൊണ്ട് കാലിൽ അടിക്കുകയും ചെയ്തെന്നാണ് പരാതിയിൽ പറയുന്നത്. പ്രമോദ് SHOയോട് കാര്യം പറഞ്ഞെങ്കിലും ചെവിക്കൊള്ളാതെ അടിക്കുകയും മൊബൈൽ വാങ്ങിവെക്കുകയും ചെയ്തെന്നും പരാതിക്കാർ ആരോപിക്കുന്നു. തുടർന്ന് താലൂക്ക് ഓഫീസ് ജീവനക്കാരുടെ നേതൃത്വത്തിൽ മൊബൈൽ വാങ്ങാൻ സ്റ്റേഷനിൽ പോയെങ്കിലും മൊബൈൽ കൊടുത്തുവിട്ടില്ല. ഇതേ തുടർന്ന് തഹസിൽദാർ, കളക്ടർ, SP എന്നിവർക്ക് പരാതി നൽകി. പ്രമോദ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ SP-ക്ക് കളക്ടർ നിർദ്ദേശം നൽകി. തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിൽ 3 ടൈപ്പിസ്റ്റ് ജോലിക്കാരാണുള്ളത്. കോവിഡ് കാരണം ഇവർ മാറി മാറിയാണ് ഓഫീസിലെത്താറുള്ളതെന്ന് തഹസിൽദാർ പറഞ്ഞു.
തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വാക്സിൻ പ്രതിസന്ധി രൂക്ഷമെന്ന ആക്ഷേപം. 4000-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ഇതുവരെ വാക്സിൻ നൽകിയിട്ടുള്ളൂവെന്നും വാർഡ് തലങ്ങളിൽ ക്യാമ്പുകൾ ഒരുക്കി കോവിഡ് പരിശോധനകൾ നടത്തണമെന്നും പഞ്ചായത്ത് യൂത്ത് ലീഗ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് വാക്സിൻ പ്രതിസന്ധി രൂക്ഷമെന്ന ആക്ഷേപം. തലക്കാട് പഞ്ചായത്തിൽ 45,000-ലധികം വരുന്ന ജനസംഖ്യയിൽ 4000-ഓളം പേർക്ക് മാത്രമാണ് ഇതുവരെ വാക്സിനേഷൻ ലഭ്യമായിട്ടുള്ളത്. ഗവേഷണ പഠന കേന്ദ്രങ്ങളൊക്കെ പറയുന്നത് പ്രകാരം 6 മാസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ കോവിഡിൻ്റെ മൂന്നാം തരംഗം വരുമെന്നും അത് പ്രത്യേകിച്ചും യുവാക്കളെയും കുട്ടികളെയുമാണ് ബാധിക്കുക എന്നുമാണ് വിദേശ പഠന കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. ഈ സാഹചര്യത്തിൽ വാക്സിനേഷൻ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് നമുക്കിതിനെ മറികടക്കാൻ കഴിയുക എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. 4000-ൽ താഴെ ആളുകൾക്ക് മാത്രമേ ഇതുവരെ വാക്സിൻ നൽകിയിട്ടുള്ളൂവെന്നും വാർഡ് തലങ്ങളിൽ ക്യാമ്പുകൾ ഒരുക്കി കോവിഡ് പരിശോധനകൾ നടത്താൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാക്കണമെന്നും യൂത്ത് ലീഗ് പഞ്ചായത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാക്സിൻ്റെ അപര്യാപ്തത ഭരണാധികാരികൾ മേലധികാരികളെ ബോധിപ്പിച്ച് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വാക്സിനേഷൻ പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും കോവിഡ് ടെസ്റ്റുകൾ ക്യാമ്പുകൾ നടത്തുമ്പോൾ ആ ക്യാമ്പുകളിലൂടെ തന്നെ കോവിഡ് പടരാതിരിക്കാനുള്ള സാഹചര്യവും വാർഡ് തലങ്ങളിൽ കോവിഡ് ടെസ്റ്റ് ക്യാമ്പുകൾ നടത്തുകയും ചെയ്ത് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തലക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി രാഷ്ട്രീയപരമായ യാതൊരുവിധ വിയോജിപ്പും കൂടാതെ ജനക്ഷേമപരമായ കാര്യമായതുകൊണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് കൂടെ ഈ അവസരത്തിൽ പറയുകയാണ്. മേൽപ്പറഞ്ഞ വിഷയങ്ങളിൽ വാക്സിനേഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സാഹചര്യത്തിൽ പോലും സമരരംഗത്തേക്ക് ഞങ്ങൾക്ക് കടക്കേണ്ടി വരുമെന്നുകൂടെ അറിയിക്കുകയാണ്. കോവിഡ് ജാഗ്രതാ ബോധവൽക്കരണ സന്ദേശം ഉയർത്തി അധ്യാപകൻ വരച്ച ചിത്രങ്ങൾ ശ്രദ്ധയാകർഷിക്കുന്നു. താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ സുരേഷ് കാട്ടിലങ്ങാടിയാണ് ഇംഗ്ലീഷിലെ എല്ലാ അക്ഷരങ്ങളിലും തുടങ്ങുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാർട്ടൂൺ ചിത്രരീതിയിൽ ചിത്രീകരിച്ചത്. കോവിഡ് ജാഗ്രത ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വ്യക്തി ജാഗ്രത, കുടുംബ ജാഗ്രത, സമൂഹ ജാഗ്രത എന്ന സന്ദേശങ്ങളുടെ വേറിട്ട പ്രചരണ വഴിയിലൂടെയാണ് ഒരു ചിത്രകലാധ്യാപകൻ ശ്രദ്ധേയനാകുന്നത്. താനൂർ കാട്ടിലങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായ സുരേഷ് കാട്ടിലങ്ങാടിയാണ് ഇംഗ്ലീഷിലെ എല്ലാ അക്ഷരങ്ങളിലും തുടങ്ങുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ കാർട്ടൂൺ ചിത്രരീതിയിൽ അവതരിപ്പിച്ച് ശ്രദ്ധയാകർഷിക്കുന്നത്. അക്ഷരമാലിൽ കോർത്തിണക്കി ഓരോ കഥാപാത്രത്തെ വ്യത്യസ്ത അനുഭവങ്ങളായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ലളിതമായ സന്ദേശങ്ങളിലൂടെയാണ് ചിത്രീകരണം നടത്തിയിരിക്കുന്നത്. PDF രൂപത്തിൽ ചെയ്ത പ്രവർത്തനം സമൂഹ മാധ്യമങ്ങളിലൂടെയും വിദ്യാഭ്യാസ ബ്ലോഗുകളിലൂടെയും വൈറലായി മാറിയിരിക്കുകയാണ്. സ്കൂൾ അധ്യയനവും കുട്ടികളുമായുള്ള അധ്യാപകരുടെ ഇടപെടലും കോവിഡ് കാലത്ത് ഓൺലൈനിലൂടെ ആയത് സ്കൂൾ ക്ലാസ് ഗ്രൂപ്പുകളിൽ കൂടുതലായി ഇത് വിനിമയം ചെയ്യപ്പെടാൻ ഇടയാക്കി. ജില്ലാ ആരോഗ്യവകുപ്പും ബോധവൽക്കരണത്തിനായി സുരേഷ് കാട്ടിലങ്ങാടിയുടെ ഈ ചിത്രപാഠങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെക്കീന, കോവിഡ് ജില്ലാ ഡോക്ടർ നവ്യ ജെ തൈക്കാട്ടിൽ നൽകിക്കൊണ്ട് പോസ്റ്ററിന്റെ പ്രകാശനം നിർവഹിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മാസ് മീഡിയ ഓഫീസർ മുഹമ്മദ് ഫസൽ ചടങ്ങിൽ സംബന്ധിച്ചു. ലോക്ക്ഡൌൺ കാലയളവിലെ വാടക ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉയർത്തി കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ ഇരിപ്പ് സമരം സംഘടിപ്പിച്ചു. വ്യാപാരികൾക്ക് കുറഞ്ഞ താരിഫിൽ വൈദ്യുതി ലഭ്യമാക്കുക, സുഗമമായ വ്യാപാരത്തിന് പലിശരഹിത വായ്പ നൽകുക, ഓൺലൈൻ വ്യാപാരികളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരിക, കോവിഡ് വാക്സിൻ വിതരണത്തിൽ വ്യാപാരികൾക്ക് മുൻഗണന നൽകുക, അവശ്യ സാധനങ്ങളുടെ മറവിൽ മറ്റു സാധനങ്ങൾ വിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ്, മാളുകൾ എന്നിവയ്ക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ KRF ഇരിപ്പ് സമരം സംഘടിപ്പിച്ചത്. താനൂർ നിയോജക മണ്ഡലത്തിന് കീഴിൽ നടന്ന സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് മുസ്തഫ കിനാര, ജനറൽ സെക്രട്ടറി വഹീദ താനൂർ, ട്രഷറർ ഷിഹാബ്, ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം സിറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ ഉന്നതി പദ്ധതി തുടക്കമായി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളരി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോവിഡ് രോഗമുക്തി നേടി 2 ആഴ്ച കഴിഞ്ഞിട്ടും വിവിധ ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്ന കോവിഡ് മുക്തർക്ക് വീട്ടിൽ ബന്ധുക്കളുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ തന്നെ വ്യായാമങ്ങളും അനുബന്ധ ചികിത്സകളും നിർദ്ദേശിക്കുന്ന പദ്ധതിയായ ഉന്നതി കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ KAPC സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന പദ്ധതി കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വളേരി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബഷീർ അടിയാട്ടിൽ, പഞ്ചായത്ത് സെക്രട്ടറി KK മിനി, തെയ്യമ്പാട്ടിൽ സിറാജ്, ഡോക്ടർ E മുസ്തഫ, ഡോക്ടർ ഫയാസ് നടുവഞ്ചേരി, ഡോക്ടർ മുഹമ്മദ് സാബിർ ചോമയിൽ എന്നിവർ പങ്കെടുത്തു. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. പുറത്തൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടാമത്തെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി സൈനുദ്ദീൻ നിർവഹിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടാമത്തെ കോവിഡ് ചികിത്സാ കേന്ദ്രം പുറത്തൂർ CHCയിൽ പ്രവർത്തനം ആരംഭിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ആശുപത്രി തുറന്നുകൊടുത്തു. നിലവിലുള്ള ജീവനക്കാർക്ക് പുറമെ 2 ഡോക്ടർമാർ, 2 സ്റ്റാഫ് നഴ്സ്, ഒരു ഫാർമസിസ്റ്റ് എന്നിവരെ പുതുതായി നിയമിച്ചാണ് സെന്റർ ആരംഭിച്ചിട്ടുള്ളത്. ക്ലീനിംഗ് സ്റ്റാഫ്, ജനറേറ്റർ വാഹനം എന്നിവ പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് നൽകി. ഒരേ സമയം 10 രോഗികൾക്ക് ഓക്സിജൻ നൽകാനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഗുരുതര ബുദ്ധിമുട്ടുള്ള രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റുകയും മറ്റുള്ളവരെ ഓക്സിജന്റെ അളവ് നോർമലായാൽ വീടുകളിലേക്കോ DCCകളിലേക്കോ മാറ്റുന്ന രീതിയിലാണ് സെന്ററിന്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോവിഡ് ചികിത്സയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സംരംഭമാണ് ഇവിടെ ഇപ്പം ആരംഭിക്കുന്നത്. ആദ്യത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വെട്ടം CHCയിൽ നമ്മൾ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചു. ഇന്നിവിടെ ഔദ്യോഗികമായി സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ആരംഭിക്കുകയാണ്. കോവിഡ് സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ നിലവിലുള്ള മെഡിക്കൽ ഓഫീസറും ഡോക്ടർമാരും സ്റ്റാഫ് നഴ്സുമാരുമെല്ലാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അവർ ഡ്യൂട്ടിയുടെ ഭാഗമായി അവരത് തുടങ്ങിയിട്ടുണ്ട്. അതിനാദ്യമായി ഞാൻ ഡോക്ടർമാരെയും സ്റ്റാഫ് നഴ്സിനെയും അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ സ്വന്തം ജീവിതത്തെ പോലും അവർ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും അവരെ അഭിനന്ദിക്കേണ്ടതാണ്. ഇപ്പം നമ്മളിവിടെ തുടങ്ങിയിട്ടുള്ള സ്റ്റെബിലൈസേഷൻ യൂണിറ്റ് യഥാർത്ഥത്തിൽ ഒരു IP സംവിധാനമല്ല. നമ്മൾ ആളുകൾ തെറ്റിദ്ധരിച്ച് പോകരുത്. ഇതൊരു IP സംവിധാനമല്ല. കോവിഡ് രോഗം മൂലം നമുക്ക് ശ്വാസതടസ്സമുണ്ടാകുന്ന രോഗികൾക്ക് അവരുടെ ഓക്സിജൻ നില സാധാരണ നിലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ സംവിധാനത്തിൻ്റെ ഉദ്ദേശം. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CO ശ്രീനിവാസൻ, മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CP കുഞ്ഞുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അനിത, മുഹമ്മദ് കോയ, പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹ്റ ആസിഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ K ഉമ്മർ, KT പ്രശാന്ത്, പഞ്ചായത്ത് അംഗം ഹസ്പ്ര, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സംഷിയ എന്നിവർ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അധ്യാപക സംഘടന KSTA സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 1 കോടി രൂപയുടെ പൾസ് ഓക്സിമീറ്റർ വിതരണത്തിന്റെ തിരൂർ ഉപജില്ലാതല ഉദ്ഘാടനം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി നിർവഹിച്ചു. KSTA സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 1 കോടി രൂപയുടെ പൾസ് ഓക്സിമീറ്റർ വിതരണത്തിന്റെ തിരൂർ ഉപജില്ലാതല ഉദ്ഘാടനം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി നിർവഹിച്ചു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അബ്ദുൽ സിയാദ് മാസ്റ്റർ നേതൃത്വം നൽകി. ഉപജില്ലാ എക്സിക്യൂട്ടീവ് അംഗം അനൂപ് മാസ്റ്റർ, ശ്രുതി, ഫൈസൽ, മനോജ്, സുർജിത്ത് എന്നിവർ നേതൃത്വം നൽകി. തിരൂർ നഗരസഭ വെട്ടം, തലക്കാട്, തൃപ്രങ്ങോട്, പുറത്തൂർ, തിരുനാവായ, മംഗലം പഞ്ചായത്തുകളിലായി 160-ലേറെ പൾസ് ഓക്സിമീറ്ററുകളാണ് വിതരണം ചെയ്യുന്നത്. KSTA സംസ്ഥാന തലത്തിൽ 1 കോടി രൂപയുടെ പൾസ് ഓക്സിമീറ്റർ വിതരണം ചെയ്യുന്നതിന്റെ താനൂർ ഉപജില്ലാതല ഉദ്ഘാടനം ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്കർ കോറാട് നിർവഹിച്ചു. KSTA സംസ്ഥാന തലത്തിൽ 1 കോടി രൂപയുടെ പൾസ് ഓക്സിമീറ്റർ വിതരണത്തിന്റെ താനൂർ ഉപജില്ലാതല ഉദ്ഘാടനം ഒഴൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസ്കർ കോറാട് നിർവഹിച്ചു. സബ് ജില്ലയിലെ താനൂർ മുനിസിപ്പാലിറ്റിയിലും 8 പഞ്ചായത്തുകളിലും വിതരണം ചെയ്തു. KSTA സംസ്ഥാന സെക്രട്ടറി B സുരേഷ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സക്കീർ ഹുസൈൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബെഞ്ചമിൻ തുടങ്ങിയവർ സംസാരിച്ചു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയപ്രകാശ്, സബ് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഹരീഷ് കുമാർ, SFI ഏരിയ കമ്മിറ്റി അംഗം മനീഷ തുടങ്ങിയവർ പങ്കെടുത്തു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി അധ്യാപക കൂട്ടായ്മയും താനൂർ ദേവതര ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം എന്ന സന്ദേശമുയർത്തി കോവിഡ് പ്രവർത്തനങ്ങളിൽ പങ്കാളികളായത്. അധ്യാപകർ സമാഹരിച്ച തുക തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി. കോവിഡ് ചികിത്സാ പ്രവർത്തനങ്ങളിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും സഹായവുമായി ദേവദാറിലെ അധ്യാപകർ സമാഹരിച്ച തുകയിൽ നിന്നും 1,50,000 രൂപ ജില്ലാ പഞ്ചായത്ത്, താനാളൂർ ഗ്രാമപഞ്ചായത്ത്, താനൂർ നഗരസഭ, ഒഴൂർ ഗ്രാമപഞ്ചായത്ത്, നിറമർദൂർ ഗ്രാമപഞ്ചായത്ത് എന്നിവയ്ക്ക് കൈമാറി. സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ M ഗണേശൻ, ഹെഡ്മാസ്റ്റർ അബ്ദുൽ സലാം, PTA പ്രസിഡന്റ് അനോജ്, SMC ചെയർമാൻ അനിൽ തലപ്പള്ളി എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, താനൂർ മുനിസിപ്പൽ ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി തുടങ്ങിയവർ തുക സ്വീകരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും മറ്റ് കാര്യങ്ങൾക്കുമായി പ്രാദേശികമായി ഭരണകൂടങ്ങളെ സഹായിക്കുവാനും ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായം ആ സഹായത്തിൽ പങ്കുചേരാനും കൂടി മനസ്സ് കാണിച്ച് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരുടെ കൂട്ടായ്മ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള
ഈ പ്രദേശത്തെ പ്രാദേശിക ഭരണകൂടങ്ങളെ സഹായിക്കുന്ന വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നത്. ഇതോടൊപ്പം സ്കൂളിൽ 5 മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികളിൽ രോഗം മൂലവും മഴക്കെടുതി മൂലവും ദുരിതമനുഭവിക്കുന്ന കുട്ടികളെയും കുടുംബങ്ങളെയും സഹായിക്കാനും അധ്യാപകർ പദ്ധതി തയ്യാറാക്കി തുക സമാഹരിച്ചിട്ടുണ്ട്. ക്ലാസ് അധ്യാപകർ മുഖേന ഇത്തരം കഷ്ടത അനുഭവിക്കുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ ഇവർക്കുള്ള സഹായ പ്രവർത്തനങ്ങളും ആരംഭിക്കാനാകുമെന്ന് പ്രിൻസിപ്പളും ഹെഡ്മാസ്റ്ററും അറിയിച്ചു. കോവിഡ് ബാധിതരുടെ വീടുകളും ഓഫീസും അണുനശീകരണം നടത്തി KET എമർജൻസി ടീം. കോവിഡ് കാലത്ത് എമർജൻസി ടീമിന്റെ പ്രവർത്തനം ശ്രദ്ധയാകർഷിക്കുകയാണ്. കോവിഡ് ബാധിതരുടെ വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവ സൗജന്യമായി ഫോഗിംഗ് നടത്തി അണുമുക്തമാക്കുകയാണ് KET എമർജൻസി ടീം. 24 മണിക്കൂറും പ്രവർത്തന സജ്ജരായ ഇവരുടെ പ്രവർത്തനം ഏറെ മാതൃകയാവുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം മൃതദേഹ സംസ്കരണത്തിൽ ഇവർ പങ്കാളികളാകുന്നുണ്ട്. തിരൂരിൽ സിവിൽ സ്റ്റേഷൻ, എക്സൈസ് ഓഫീസ്, സർക്കാർ വാഹനങ്ങൾ എന്നിവ അണുമുക്തമാക്കി. കേരള എമർജൻസി ടീം മലപ്പുറം അംഗങ്ങളായ കബീർ കാടാമ്പുഴ, മുബാറക്ക് തിരൂർ, മാനു പത്തായപ്പുര, നൌഫൽ AC നിരപ്പ് എന്നിവരാണ് നേതൃത്വം നൽകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോവിഡ് പ്രതിദിന പരിശോധനയും രോഗികളും കുറഞ്ഞു. മരണസംഖ്യ ഗണ്യമായി വർദ്ധിച്ചു. 17,821 പുതിയ രോഗികൾ. 24 മണിക്കൂറിന്റെ 87,331 സാമ്പിളുകൾ പരിശോധിച്ചു. ജില്ലയിൽ 2,533 പേർക്ക് രോഗബാധ. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.34. ജില്ലയിലെ 15 MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത് വള്ളിക്കുന്ന് MLA അബ്ദുൽ ഹമീദ് മാസ്റ്റർ. വിശ്രമത്തിലായതിനാൽ V. അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തില്ല. ഹസ്ബൻഡ് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ CI ചാടി വീണ് അടിച്ച്. സർക്കാർ ജീവനക്കാരിയെ ഓഫീസിലാക്കി മടങ്ങിയ ഭർത്താവിന് പോലീസ് മർദ്ദനം. മർദ്ദനമേറ്റത് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസ് ജീവനക്കാരി ലേഖയുടെ ഭർത്താവ് പ്രമോദിന. പരപ്പനങ്ങാടി SHO ഹണി കെ ദാസിനെതിരെ SP-ക്കും കലക്ടർക്കും പരാതി. തിരൂർ നഗരസഭയിൽ വെർച്വൽ ക്ലിനിക് ആരംഭിച്ചു. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് കോവിഡ് രോഗികൾക്കും മറ്റും ചികിത്സ സംബന്ധമായ സംശയങ്ങൾക്ക് പ്രഗത്ഭരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തി വെർച്വൽ ക്ലിനിക് ആരംഭിച്ചത്. പുറത്തൂർ സാമൂഹ്യാരോഗ്യ കേന്ദ്രം കോവിഡ് ആശുപത്രിയായി പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അധ്യാപക സംഘടന KSTA. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങായി ദേവദാർ ഹൈസ്കൂളിലെ അധ്യാപക കൂട്ടായ്മയും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.